ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എത്ര ഇൻകം സോഴ്സസ് ഉണ്ട്? അതായത് ഏതെല്ലാം രീതികളിൽ നിങ്ങൾ പണം സമ്പാദിക്കുന്നുണ്ട്? എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഉത്തരം നൽകുക 1 എന്നായിരിക്കും. അതായത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും കഠിന പരിശ്രമത്തിലൂടെ ലഭിക്കുന്ന വരുമാനം മാത്രം. നിങ്ങൾക്കറിയാമോ, ഒരു ആവറേജ് മില്യണയർക്ക് കുറഞ്ഞത് 6 വരുമാന മാർഗമെങ്കിലും കാണുമെന്നാണ് പറയപ്പെടുന്നത്. അതും ഈ 6 മാർഗങ്ങളും വേറെ വേറെ മേഖലകളിലുമായിരിക്കും. ഇതിൽ ചിലത് ആക്റ്റീവ് ജോബായിരിക്കും, ചിലത് പാസീവ് ജോബായിരിക്കും. ചിലതിൽ കുറഞ്ഞ ടാക്സ് കൊടുക്കേണ്ടി വരുമ്പോൾ മറ്റു ചിലതിൽ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇന്നത്തെ ഈ വീഡിയോയിൽ ധനികരായവർ പിന്തുടരുന്ന വരുമാന മാർഗം ഏതൊക്കെയാണെന്നാണ് വിശദീകരിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്കും മനസ്സിലാകും പണം സമ്പാദിക്കുവാൻ നിങ്ങളുടെ മുന്നിലുള്ളത് 1 2 അല്ല, അനവധി മാർഗങ്ങളാണെന്ന്. സോ ലെറ്റ്സ് ബിഗിൻ. ഈ ടോപ്പിക്കിൽ ആദ്യം വരുന്നത് ഏൺഡ് ഇൻകം ആണ്. ഓരോരുത്തരും ജീവിതത്തിൽ പണം സമ്പാദിച്ചു തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. കൂലിപ്പണി മുതൽ വലിയ കമ്പനികളുടെ CEO വരെ ചെയ്യുന്ന ജോലിക്ക് ലഭിക്കുന്ന സാലറിയുടെ രൂപത്തിലുള്ള പണത്തെയാണ് ഏൺഡ് ഇൻകം എന്ന് പറയുന്നത്. ഇതൊരു ആക്റ്റീവ് ഇൻകം ആണ്. ഇവിടെ പണം ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് തുടർച്ചയായി ജോലി ചെയ്യേണ്ടതുണ്ട്. അർത്ഥം, എപ്പോൾ വരെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നോ അപ്പോൾ വരെ മാത്രമേ ഈ ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കൂ. ഇൻ കേസ് നിങ്ങൾക്ക് 1 2 ദിവസം ജോലി ചെയ്യാനായില്ലെങ്കിൽ പണം വരുന്നതും നിൽക്കും. തുടക്കക്കാരൻ എന്ന നിലയിൽ ഈ ഓപ്ഷൻ വളരെ നല്ലതാണ്. ജോലി ചെയ്ത് പണം സമ്പാദിക്കാൻ നിങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെയാണ്. എന്നാൽ കുറച്ചേറെ നാളുകൾ ഇതേ സ്ഥിതിയിൽ കഴിയുന്നതിലൂടെ ചില നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, എല്ലാവരുടെ പക്കലും ഒരു ദിവസം ഉള്ളത് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിൽ നിങ്ങൾ എത്രമാത്രം ആക്റ്റീവായി ജോലി ചെയ്താലും നിങ്ങളുടെ ജോലിയിലുള്ള കഠിനാധ്വാനം കണ്ട് നിങ്ങളുടെ മാനേജർ വീണ്ടും വീണ്ടും സാലറി കൂട്ടിക്കൊണ്ടിരിക്കില്ല. രണ്ടാമതായി വരുന്ന ഒരു വെല്ലുവിളി ടാക്സ് ആണ്. ഏൺഡ് ഇൻകം പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് 30% മുതൽ 40% വരെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അടയ്ക്കേണ്ട തുക നിങ്ങൾക്ക് കിട്ടുന്ന സാലറിക്ക് അനുസരിച്ചാണ് കൂടുന്നതും കുറയുന്നതും. പക്ഷേ ടാക്സ് അടയ്ക്കുക തന്നെ വേണം. നമ്പർ 2, പ്രോഫിറ്റ് ഇൻകം. ഈ ഇൻകം നിങ്ങൾക്ക് അപ്പോഴാണ് ലഭിക്കുക എപ്പോഴാണോ നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് നൽകുമ്പോൾ. ഈ സ്റ്റേജിലാണ് നിങ്ങളൊരു എംപ്ലോയിയിൽ നിന്നും ഒരു ഓൺട്രപ്രന്യൂർ ആയി മാറുന്നത്. നിങ്ങൾ ചെയ്യുന്ന സർവീസ് ഫിസിക്കൽ ആയാലും ഡിജിറ്റൽ ആയാലും ആ പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ പ്രൈസിനേക്കാൾ കൂടുതലായാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന മാർജിനാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ഇൻകം. പ്രോഫിറ്റ് ഇൻകത്തെ നിങ്ങളുടെ ബിസിനസ് ടൈപ്പിനനുസരിച്ച് 2 കാറ്റഗറി ആയി തിരിക്കാം. ആക്റ്റീവ് പ്രോഫിറ്റ് ഇൻകം, പാസീവ് പ്രോഫിറ്റ് ഇൻകം. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇൻവോൾവ് ആകുന്നതിലൂടെ മാത്രം കിട്ടുന്ന പ്രോഫിറ്റാണ് ആക്റ്റീവ് പ്രോഫിറ്റ് ഇൻകം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ നന്നായി ചിത്രം വരയ്ക്കുന്ന ആളാണ്. ആ ചിത്രങ്ങൾ വാങ്ങാൻ ഇഷ്ടമുള്ള നിരവധി ആളുകളുണ്ടെങ്കിൽ എന്നും നിങ്ങൾ തന്നെ ചിത്രം വരയ്ക്കേണ്ടി വരും. അഥവാ ഒരു ദിവസം നിങ്ങളുടെ ചിത്രം വരയ്ക്കുന്ന ജോലി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അന്ന് പണവും ലഭിക്കില്ല. അതേസമയം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങളുടെ കൂടെ വേറെ ആളുകളെയും ഹയർ ചെയ്ത് ബിസിനസ്സിൽ ഇൻവോൾവ് ആക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അതാണ് പാസീവ് പ്രോഫിറ്റ് ഇൻകം. ഇവിടെ നിങ്ങൾ ആക്റ്റീവ്ലി ജോലി ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിച്ചുകൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിത വിജയം എന്നാൽ എന്താണ്? ലൈഫിൽ സക്സസ്ഫുൾ എന്ന് ആരെയാണ് പറയാനാകുക? ജീവിത വിജയം എന്ന് പറയുന്നത് കേവലം നല്ല ജോലി സമ്പാദിക്കുക എന്നതോ നല്ല വീടും കാറും വാങ്ങുക എന്നത് മാത്രമല്ല. ജീവിത വിജയം എന്നാൽ സമ്പത്തിനോടൊപ്പം സന്തോഷവും അടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും സ്ട്രെസ്സും സമ്മർദ്ദങ്ങളും കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയ കാര്യങ്ങളിലൂടെ ജീവിതത്തിൽ വരുത്താവുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ? ഇതേക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് നൈജൽ കുംബർലാൻഡിന്റെ 100 തിങ്സ് സക്സസ്ഫുൾ പീപ്പിൾ ഡു. ഇതിന്റെ മലയാളം ഓഡിയോ ബുക്ക് എനിക്ക് കുക്കു FM-ൽ നിന്ന് കിട്ടിയിരുന്നു. എനിക്കിത് വളരെ യൂസ്ഫുൾ ആയി തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് സജസ്റ്റ് ചെയ്യുന്നത്. കുക്കു FM-ൽ ഇതുപോലെയുള്ള അനവധി ഓഡിയോ ബുക്സ് ആണ് റെഗുലറായി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലുമായി 10,000-കണക്കിന് ഓഡിയോ ബുക്സ് ആണ് കുക്കു FM-ലുള്ളത്. കുക്കു FM-ലെ ഓഡിയോ ബുക്ക് ആക്സസ് ചെയ്യുവാൻ വേണ്ടി ഒരു ഓഫർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതൊരു 50% ഡിസ്കൗണ്ട് ഓഫറാണ്. അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട കൂപ്പൺ കോഡ് TGM50 എന്നതാണ്. സോ ഇനി ലേറ്റ് ആക്കണ്ട. ഈ ഓഫർ ഏതാനും ദിവസങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. 10,000-കണക്കിന് ഓഡിയോ ബുക്സിന്റെ വലിയ ഒരു ശേഖരത്തിലേക്ക് നിങ്ങൾക്കും ഇപ്പോൾ കടന്നു ചെല്ലാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കും ഡീറ്റെയിൽസും ഒന്ന് ചെക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. നമ്പർ 3, റോയൽറ്റി ഇൻകം. റീസെന്റ് റിലീസായ പഠാൻ എന്ന മൂവിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. 4 വർഷങ്ങളുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഷാരൂഖ് ഖാൻ വീണ്ടും ബിഗ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഈ സിനിമാ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്
അദ്ദേഹം എടുത്ത ഒരു തീരുമാനം പലരെയും അമ്പരപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ പോലെ തന്നെ ഇൻഡസ്ട്രിയിൽ സീനിയേഴ്സായ സൽമാൻ ഖാൻ, അമീർ ഖാൻ, അക്ഷയ് കുമാർ തുടങ്ങിയവർ അവരുടെ ഒരു സിനിമയ്ക്ക് 100-150 കോടി പ്രതിഫലം വാങ്ങുമ്പോൾ പഠാൻ എന്ന ഈ മൂവിക്ക് ഷാരൂഖ് ഖാൻ വാങ്ങിയ പ്രതിഫലം 40 കോടി മാത്രമാണ്. ഇൻഡസ്ട്രിയിലെ മറ്റ് ആക്ടേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രതിഫലം അവരുടെ പകുതി പോലും എത്തുന്നില്ല. പക്ഷേ ഷാരൂഖ് ഖാൻ എടുത്ത ഈ തീരുമാനത്തിന് പിന്നിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു റീസൺ ഉണ്ട്. പഠാൻ എന്ന മൂവിയുടെ നിർമ്മാണം നടത്തിയത് യഷ് രാജ് ഫിലിംസ് ആയിരുന്നു. സിനിമയുടെ നിർമ്മാണം ആരംഭിക്കും മുമ്പേ നിർമ്മാതാക്കൾ ഷാരൂഖ് ഖാനുമായി ഒരു കരാറിലെത്തിയിരുന്നു. ആ കരാർ ഇങ്ങനെയായിരുന്നു. അതായത് ഈ സിനിമ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും നല്ലൊരു വിഹിതം ഷാരൂഖ് ഖാന് നൽകപ്പെടും. അഥവാ ഈ സിനിമ ബ്ലോക്ക് ഓഫീസിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചാകും അദ്ദേഹത്തിന് പ്രതിഫലം നൽകപ്പെടുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഈ സിനിമ വെറുമൊരു വിജയമായിരുന്നില്ല, മറിച്ച് വൻ വിജയം നേടുകയുണ്ടായി. അതിലൂടെ ഷാരൂഖ് ഖാന് ലഭിച്ച പ്രോഫിറ്റ് എന്നത് 100-150 കോടിയല്ല, എന്നാൽ 500 കോടിയിലേറെയാണ്. തുടർന്നും ഈ മൂവി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിശ്ചിത ശതമാനം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത്. റോയൽറ്റി ഇൻകമിൻ്റെ മറ്റൊരു ഉദാഹരണം യൂട്യൂബ് ചാനലാണ്. ഒരിക്കൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അതിന് കിട്ടുന്ന വ്യൂസിനനുസരിച്ച് ചാനലിൻ്റെ ഓണർക്ക് ഇൻകം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ റോയൽറ്റി ഇൻകം എഴുത്തുകാർക്കും പാട്ടുകാർക്കും ഓൺലൈൻ കോഴ്സ് വിൽക്കുന്നവർക്കും ലഭിച്ചുകൊണ്ടിരിക്കും. റോയൽറ്റി ഇൻകം എന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ്. നമ്പർ 4, ഇൻട്രസ്റ്റ് ഇൻകം. ഈ ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് പലിശയെയാണ്. ഈ തരത്തിലുള്ള ഇൻകം വളരെ കാലങ്ങളായി നിലവിലുള്ളതാണ്. ഏത് നാട്ടിൽ നോക്കിയാലും അവിടെ ഒരു പണക്കാരനും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് പണം കടം നൽകി അതിനുമേൽ പലിശ പിരിക്കുന്നതാകും. അഥവാ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് മേൽ ഇൻട്രസ്റ്റ് ഇൻകം വേണമെന്നുണ്ടെങ്കിൽ മുന്നിൽ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. താങ്കൾക്ക് സേവിങ്സ് അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് അതിനുമേൽ ഓരോ വർഷവും 4 മുതൽ 5% വരെ ഇൻട്രസ്റ്റ് നേടാവുന്നതാണ്. അതല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ബോണ്ടുകളുടെ രൂപത്തിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഈ പറഞ്ഞ ഡെപ്പോസിറ്റുകളെല്ലാം താരതമ്യേന സുരക്ഷിതമാണ്, പലിശയും ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു ഡ്രോബാക്ക് ഉള്ളത് എന്താണെന്നാൽ ഈ പദ്ധതികളിലൂടെ നിങ്ങൾക്ക് വലിയൊരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കാനാകില്ല. ഉദാഹരണത്തിന് ബാങ്കിൽ ഒരു വർഷത്തേക്ക് 1 ലക്ഷം രൂപ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 5 മുതൽ 6% വരെയായിരിക്കും പലിശ നിരക്ക് ലഭിക്കുക. മറ്റുള്ള പ്രോഫിറ്റബിൾ ബിസിനസ്സുകളുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ കുറവാണ്. പക്ഷേ ഇതിലുള്ള ആകർഷകമായ കാര്യം എന്താണെന്നാൽ ഈ തരത്തിൽ പണം ലഭിക്കാനായി നിങ്ങൾക്ക് ജോലികളൊന്നും ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. നമ്പർ 5, ഡിവിഡൻഡ് ഇൻകം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ ചെറിയൊരു ഷെയർ വാങ്ങുകയാണെങ്കിൽ പോലും താങ്കൾ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡറായി മാറുകയാണ്. ഭാവിയിൽ ആ കമ്പനി ലാഭത്തിലാകുകയാണെങ്കിൽ ഡിവിഡൻഡിൻ്റെ രൂപത്തിൽ താങ്കൾക്കും ലാഭവിഹിതം ലഭിക്കും. ലളിതമായി പറയുകയാണെങ്കിൽ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിക്ക് ചെറിയൊരു ലാഭം വന്നാലും ആ ലാഭത്തിൻ്റെ ഒരു പങ്ക് നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. കമ്പനിയിൽ നിങ്ങൾക്ക് എത്ര ഷെയർസ് ഉണ്ടെന്നതിനനുസരിച്ചായിരിക്കും ആ കമ്പനിയിൽ നിന്നും കിട്ടുന്ന ലാഭവിഹിതവും. ധാരാളം ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡിവിഡൻഡും അതിനനുസരിച്ച് ലഭിക്കും. നമ്പർ 6, റെൻ്റൽ ഇൻകം. ഹെഡിങ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. റെൻ്റ് അഥവാ വാടക ഇനത്തിൽ ലഭിക്കുന്ന ഇൻകമാണിത്. വാടക എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരിക വീട് വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യമാണല്ലേ. ഇത്തരത്തിൽ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിലൂടെ ഒരു സ്ഥിര വരുമാനം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ റെൻ്റൽ ഇൻകം സമ്പാദിക്കുവാനായി ഈ ഒരു മാർഗം മാത്രമല്ല നിങ്ങളുടെ മുന്നിലുള്ളത്. നിരവധി മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു സാധാരണ കാർ വാങ്ങി അതിനെ ടാക്സിയുടെ രൂപത്തിൽ വേറൊരാൾക്ക് ഓടിക്കാൻ നൽകുകയാണെങ്കിൽ ആ ടാക്സി ഓടിക്കിട്ടുന്ന ദിവസ വരുമാനത്തിൽ നിന്നും ഒരു തുക റെൻ്റൽ ഇൻകമായി നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇത് മാത്രമല്ല, നഗരങ്ങളിൽ ചെന്നാൽ ബോർഡുകൾ കാണാറില്ലേ, വാടകയ്ക്ക് കിട്ടുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ ലിസ്റ്റ്. അതിൽ ക്യാമറ, കമ്പ്യൂട്ടർ, ബൈക്ക്, ഗിത്താർ, ടെൻറ്റ്, കല്യാണ ഡ്രസ്സുകൾ, ആഭരണങ്ങൾ എല്ലാം ഉൾപ്പെടും. ഒരു ഏണിംഗ് എന്ന നിലയിൽ നിങ്ങൾക്കും ഈ മാർഗമൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ രീതിയിൽ പണം നേടാനും നിങ്ങൾ സ്വയം കഠിന പരിശ്രമം നടത്തേണ്ട ആവശ്യവും വരുന്നില്ല. ഇതിലൊരു ചലഞ്ച് വരാൻ സാധ്യതയുള്ളത് എന്താണെന്നാൽ ഏത് വ്യക്തിക്കാണോ നിങ്ങൾ സാധനങ്ങൾ വാടകയ്ക്ക് നൽകുന്നത് ആ വ്യക്തി ജെനുവിനാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ പ്രക്രിയയിൽ ചതിപറ്റി നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേക്കാം. ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ചത് പല ധനികരായ വ്യക്തികളും പിന്തുടരുന്ന 6 പ്രധാന വരുമാന മാർഗങ്ങളെ പറ്റിയാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ 6 മാർഗങ്ങളിൽ ഏറ്റവും സ്യൂട്ടബിളായ മാർഗം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്.
അതിലൂടെ നിങ്ങൾക്ക് ഒന്നല്ല മറിച്ച് നിരവധി ഇൻകം സോഴ്സസ് ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് നൽകുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.